ഹലോ നമസ്കാരം, ഞാൻ കവിത സുധാകരൻ. ഇന്ന് നമ്മൾ ക്രൈസ്റ്റിൻ്റെ വചനം പറയണത് പ്രതിസന്ധികളിൽ ദൈവം ഇടപെടുന്നു. അതാണ് കേട്ടോ. പ്രതിസന്ധികൾ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസരങ്ങളാണ്. ചെങ്കടൽ തീരത്തെത്തിയ ഇസ്രായേൽക്കാരുടെ പുറകിൽ ഫറവോയുടെ സൈന്യം എത്തി നിൽക്കുന്നു. വഴിമുട്ടി പ്രതിസന്ധി. ദൈവത്തിൻ്റെ ശക്തിയോടെ മോശ കൈകൾ നീട്ടി ചെങ്കടൽ പിളർന്നു. ജനം രക്ഷപ്പെട്ടു. ശത്രു സൈന്യം കടലിൽ മുങ്ങി. പുറപ്പാട് 14. ജെറിക്കോയിലെത്തിയ ഇസ്രായേൽക്കാരെ അഭിമുഖീകരിച്ചത് ഉയർന്ന കോട്ടയായിരുന്നു. ദൈവശക്തി സംഭരിച്ച് ജനം ആർത്തട്ടഹസിച്ചപ്പോൾ ജെറിക്കോ മതിൽ വീണു. ജോഷുവ 6. മഹാമല്ലനായ ഗോലിയാത്തിനെ നേരിടാൻ വെറും കൈയോടെയാണ് ദാവീദ് എത്തിയത്. എന്നാൽ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ അവൻ ഗോലിയാത്തിനെ വീഴ്ത്തി. 1 സാമുവേൽ 17. എൻ്റെ ജീവിതത്തിലും ദൈവം ഇടപെടും. എനിക്കും പ്രതിസന്ധിയെ അതിജീവിക്കാനാവും. യേശുനാമത്തിൽ വിജയമുണ്ട്. ഇനി പ്രതിസന്ധികളിൽ ധ്യാനിക്കേണ്ട വചനങ്ങൾ. നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. പുറപ്പാട് 14:13-14. ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. നിയമാവർത്തനം 31:7-8. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും. സങ്കീർത്തനം 20:5. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. 1 കൊരിന്തോസ് 15:57. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പി 4:13. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. യെശയ്യാ 43:5. ഇപ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ എൻ്റെ കൂട്ടുകാർ, ക്രൈസ്റ്റിനെ ഇഷ്ടമുള്ള കൂട്ടുകാർ ക്രൈസ്റ്റിനെ ധ്യാനിച്ച് ഈ വചനങ്ങൾ ഉരുവിടുക. ഇതിൽ ഈ വചനത്തിന്, ക്രൈസ്റ്റിൻ്റെ വചനത്തിന്, പ്രയറിനൊക്കെ വിശ്വസിച്ചാൽ അത്ഭുതം കാണുന്ന, മിറക്കിൾ സംഭവിക്കുന്ന വചനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം പ്രതിസന്ധികളെ നേരിടാൻ നമ്മളെ സഹായിക്കും. തളരാതെ നമുക്ക് കർത്താവിനൊപ്പം ഈ പ്രതിസന്ധികളെ വചനത്തിലൂടെ നേരിടാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ? താങ്ക് യു.